സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല. 10-12 വർഷത്തിന് ഇപ്പുറത്തേക്കാണ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങിയതും. ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ പിന്നെ പുതിയ പുതിയ കാര്യം ഇൻസ്റ്റാഗ്രാം അതുപോലെ പല പല കാര്യങ്ങളും അതൊക്കെ വന്നത് പിന്നീടാണ്. അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ വരും തന്നെ പേടിച്ച് വളരെ പേടിച്ചിട്ടാണ് ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10-12 മേലെ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളോടും ഭർത്താവിനോടൊക്കെ പറഞ്ഞ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അതിൽ വരുമ്പോൾ തന്നെ നമ്മളെ ഫോട്ടോ ഇടില്ല. അന്ന് അങ്ങനെയാണ്, ഫോട്ടോ ഇടാൻ പാടില്ല, സ്ത്രീകൾ ഫോട്ടോ ഇടാൻ പാടില്ല. കാരണം ആ ഫോട്ടോ അവർ മിസ്യൂസ് ചെയ്യും, ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. അതുള്ളതുകൊണ്ട് നമ്മളെ തല മാത്രം വെച്ച് താഴെ വേറെ എന്തെങ്കിലും മോശങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകൾ മോർഫ് ചെയ്തിട്ടും മറ്റൊക്കെ മോശം ചെയ്യും എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഫോട്ടോ ഇടാതെ വല്ല പൂക്കളോ കായയോ ചെടിയോ അങ്ങനെയൊക്കെ ചിത്രങ്ങളാണ് അതിൽ അധികം ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടുവന്നത്, പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും. ആണുങ്ങൾക്ക് അവരുടെ ഫോട്ടോ ഇടാൻ കുഴപ്പമില്ല, സ്ത്രീകൾക്ക് ഇടാൻ പാടില്ല എന്നാണ്. അതുപോലെ എൻ്റെ ഒക്കെ അനുഭവമെന്ന് പറയുന്നത്, ഞാനൊക്കെ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പം കുറേ ആൾക്കാർ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ നമുക്ക് അയക്കുകയും നമ്മളിതിൽ തുടങ്ങിയപ്പോൾ നമ്മൾ പേടിച്ചയ്യോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പേടിച്ചിട്ട് ചില നോക്കി നല്ല ആൾക്കാരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടും അവരുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് ഇവർ കുഴപ്പക്കാരൊന്നും അല്ല, നമ്മളോട് സ്നേഹത്തിനോ അല്ലെങ്കിൽ വേറെ ലവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശപ്പെട്ട ഉദ്ദേശത്തിലല്ല ഇവർ വരുന്നതെന്നൊക്കെ ഏകദേശം നമുക്ക് തോന്നിയതിന് ശേഷമാണ് നമ്മൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ മെസ്സഞ്ചറിൽ വന്ന് അവർ ഹായ് ഹലോ ഒക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാണ്. റിപ്ലൈ എങ്ങനെ കൊടുക്കണോ കൊടുക്കണ്ടേ, കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമോ, ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, പിന്നെ ഈ വരുന്ന ആൾക്കാർ നല്ല ഉദ്ദേശത്തോടെ തന്നെയാണോ വരുന്നത്, അങ്ങനെ പല പല പേടികളായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ അഥവാ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അവർ ചാറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, ചാറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ വഴിക്കൂടി പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു, എന്തെൻ്റെ വിശേഷം, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് അത് എഴുത്തിൽ കൂടി ഇതിൽ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ചാറ്റ്. ഇന്നാണ് നമ്മൾ അത്രയും ഫ്രീ ആയത്. ഞാനൊക്കെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് വൈകുന്നേരം 6 മണിക്ക് ശേഷം എനിക്ക് ഫേസ്ബുക്ക് നോക്കാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. ഇല്ലാന്ന് വെച്ചാൽ ആരും എന്നെ തടഞ്ഞു വെച്ചതെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് ഒരു ശീലം ഉണ്ടായിരുന്നത്. ഞാനും സ്വയം അത് അംഗീകരിച്ചത് അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ ഭർത്താവൊക്കെ സന്ധ്യ 6 മണിക്ക് ശേഷം 7-നും 8-നൊക്കെ നോക്കും. മക്കളുണ്ടായിരുന്നു, അന്ന് മോനൊക്കെ ചെറിയ കുട്ടിയാണ്, മോളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന പ്രായമായപ്പോഴും അവളും നോക്കും 6 മണിക്കോ 7 മണിക്കൊക്കെ അവരുടെ മൊബൈലിൽ ഫേസ്ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ 6 മണിയാകുമ്പോഴത്തേക്ക് അയ്യോ സമയമായി എന്ന് പറഞ്ഞ് ഇത്. പക്ഷെ അന്നിങ്ങനെ നമുക്ക് വേറെ സോഷ്യൽ മീഡിയ കുറവായതുകൊണ്ട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്, ഇത് നോക്കണം എന്നുള്ള തോന്നൽ ഭയങ്കര ഇതാണ്. നമുക്ക് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണുമല്ലേ, പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു, പുതിയ കാര്യങ്ങൾ അറിയുന്നു. അന്ന് വായിക്കാനുള്ള ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളൊന്നും അന്നില്ല. അന്ന് വായിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിലൊക്കെ. ആരെങ്കിലും എഴുതുന്ന കാര്യങ്ങളൊക്കെ വായിക്കാനുള്ള താല്പര്യം കൊണ്ട് നോക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി ഫ്രീ ടൈം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ പാടില്ല 6 മണിക്ക് ശേഷം. 6 മണിയാകുമ്പോൾ ഞാൻ സ്വയം ഇത് ഓഫാക്കി വെക്കും. എന്നിട്ട് എനിക്ക് വേറെ ഒരു കാര്യം ചെയ്യാനില്ലെങ്കിലും മോള് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവിടെ അത് കണ്ടിട്ടും ഭർത്താവ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അത് കണ്ടിട്ടും ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിൽക്കും. കാരണം എനിക്ക് നോക്കാൻ പാടില്ലല്ലോ, കാരണം ഞാൻ സ്ത്രീയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം നമ്മളെ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മോശ സ്ത്രീ ആയിട്ട് കണക്കാക്കപ്പെടും എന്നൊക്കെ ഒരു മിഥ്യാധാരണ, ആര് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ധാരണയിലാണ് ഞാനൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊന്നും വേറെ പണികൾ ചെയ്യാനില്ലെങ്കിലും ഞാനിങ്ങനെ ഇരിക്കും ഇത് ഓൺ ചെയ്യാതെ. ചില സമയത്ത് നമ്മൾ നെറ്റ് എന്തെങ്കിലും ഓഫാക്കാൻ മറന്നുപോയിട്ട് കുറേ കഴിഞ്ഞ് രാത്രി നമ്മളെ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ, ഓൺലൈനിൽ നമ്മളുടെ പച്ച ലൈറ്റ് കത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മളുടെ ചാറ്റിൻ്റെ ബോക്സിലും മറ്റൊക്കെ കുറേ അടുപ്പമുള്ള ഫ്രണ്ട്സൊക്കെ ചോദിക്കും, ചേച്ചി ഇന്നലെ രാത്രി ചേച്ചിയെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരും അത് ഭയങ്കര മോശമല്ലെങ്കിലും അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത്, ചേച്ചി എങ്ങനെ രാത്രി ഓൺലൈനിൽ വരാൻ പാടുണ്ടോ എന്നുള്ളതല്ലേ, ചേച്ചിയെ രാത്രി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൺലൈനിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കാകെ ടെൻഷനായി, നമ്മളെ ഓൺലൈനിൽ കണ്ടോ, പച്ച ലൈറ്റ് കണ്ടോ. അപ്പോൾ നമ്മൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പച്ച ലൈറ്റ് നമ്മൾ നെറ്റ് ഓഫാക്കി വെക്കുമല്ലോ രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പം ചേച്ചിയെ കണ്ടല്ലോ എന്ന് എത്രയോ ആൾക്കാർ അങ്ങനെ ചോദിക്കാറുണ്ട്. വല്ലപ്പോഴും അബദ്ധവശാൽ എന്തെങ്കിലും അറിഞ്ഞത്, ചിലപ്പോൾ നമ്മൾ വല്ല മെയിൽ അയക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഫ്രണ്ട്സിനോട് അല്ല ബന്ധുക്കളോടൊക്കെ ചിലപ്പോൾ സംസാരിക്കാൻ വേണ്ടിയോ എന്തിനെങ്കിലും നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ച ലൈറ്റ് അവിടെ കാണുമ്പോൾ അവർ ഉടനെ ചോദിക്കും, ചേച്ചി ഇന്നലെ ഓൺലൈനിൽ 10 മണിക്ക് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യലാണ്. ഞാൻ ഓൺലൈനിൽ ഉണ്ടെന്നുള്ളത് അവർ കണ്ടു, അപ്പോൾ എന്നെ ഒരു മോശമായിട്ട് ചിത്രീകരിച്ചോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് അത് ടോട്ടലായിട്ട് മാറി. ഇപ്പോൾ വൈഫൈ ആണ് വീട്ടിലുള്ളത്. അപ്പോൾ അത് ത്രൂ ഔട്ട് 24 മണിക്കൂറും അത് നമ്മൾ ഓൺ തന്നെയാണ് ഫോണിൽ. അപ്പം നമ്മൾ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എണീക്കാം, നോക്കാം ഒക്കെ ചെയ്യാം. ഇപ്പോഴും രാത്രി 12 മണി 12:30 വരെയും ചിലപ്പം ഉറക്കം വന്നില്ലെങ്കിൽ 1 മണി വരെയൊക്കെ ഫേസ്ബുക്കും വാട്സപ്പും പിന്നെ യൂട്യൂബും എല്ലാ കാര്യങ്ങളും നമ്മൾ റീൽസൊക്കെ കാണാനും അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നമുക്ക് അതിന് റിപ്ലൈ പറയുന്നതിനൊന്നും ഒരു മടിയില്ല. എന്ന് നമ്മൾ കുറേയും കൂടി പുരോഗമിച്ചു. മനസ്സിൽ നമുക്ക് അറിയാം നമ്മൾ രാത്രിയോ
രാത്രി എന്നല്ല, ഏത് സമയത്താണ് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാനൊരു സ്ത്രീയായിപ്പോയി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിപ്പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാണ്ട് നിൽക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളെപ്പോഴും യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. അപ്പം നമ്മളത് ആരെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്വയം ഒരു നിയന്ത്രണം വെക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഇന്നാളൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറയായിരുന്നു, മക്കളോടും ഭർത്താവിനോടൊക്കെ. ഞാൻ തന്നെ എനിക്കൊരു സ്വയം ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം ഓൺലൈനിൽ വരണ്ട, വന്നാൽ എന്തോ ഒരു മോശമാണ് എന്നുള്ളത് ഞാൻ സ്വയം വിചാരിച്ചു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആലോചിച്ചത് എന്തിന് ഇതിൻ്റെ ആവശ്യം, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് വിചാരിച്ച് നമ്മൾ സ്വയം ആ ലൈനും കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം യൂട്യൂബിലൊക്കെ 24 മണിക്കൂറും നമ്മൾ ആക്റ്റീവാണ്. അപ്പം അങ്ങനെ ഓരോ കാലങ്ങളിലുള്ള ഓരോ ചിന്താഗതികൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു.